ഹലോ, വെൽക്കം ടു കുട്ടി സ്റ്റോറീസ്. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഷാൾട്ടൻ ഫാം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഫാമാണ് ആക്ച്വലി. ഫാം ഉണ്ട്, പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട്, അതുപോലെ ഫുഡ് കഴിക്കാൻ കഫേ ഉണ്ട് ഇവിടെ. അങ്ങനെ എല്ലാം കുറേ സ്ഥലമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ വീടിന് അടുത്തുമാണ്. അപ്പോൾ ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാന്ന് വിചാരിച്ചു. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ പിക്ക് ചെയ്യാം. അത് ഓരോ സീസൺ അനുസരിച്ചിട്ടാണ്. ഇപ്പം ഈ സീസൺ സ്ട്രോബെറി പിക്കിങ്ങിന്റെ സമയമാണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം ജൂൺ എൻഡ് മുതലാണ് സെപ്റ്റംബർ വരെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ സ്ട്രോബെറിയുടെ പിക്കിങ്. ഇത് ജൂലൈ മുതൽ ഇനി ബ്ലൂബെറിയുടെ ആണെന്ന് ലൈക്ക് അവരുടെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അവരുടെ വെബ്സൈറ്റിലുണ്ടായിരുന്നു. നമ്മൾ സ്ട്രോബെറി ആണെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടല്ലേ ഉള്ളൂ. ഇത് എങ്ങനെ പിക്ക് ചെയ്ത് നമ്മൾ ഒരു ഫാമിൽ പോയി പിക്ക് ചെയ്ത് കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ കഫേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. രണ്ട് കൊട്ട സ്ട്രോബെറി പിക്കിങ്ങിന് തന്നെ തന്നിട്ടുണ്ട്. ഞങ്ങൾ ഒന്ന് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞില്ല, കുറച്ച് കൂടുതൽ എടുത്തോ, എന്തായാലും വേണ്ടി വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് സ്ട്രോബെറി പിക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് തൂക്കി എത്ര കിലോ ഉണ്ട്, എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കിയിട്ട് ഇവിടെ നമ്മൾ പേ ചെയ്തിട്ടാണ് ഇതെടുക്കുന്നത്. അതിൻ്റെ അത് കഴിഞ്ഞ് നമ്മൾ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ നല്ലതായിട്ട് വിശക്കുമായിരിക്കും. അപ്പോഴത്തേനും കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. നേരെ ഇതേ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇവിടെ കയറി കഴിക്കും നമ്മൾ. ഓക്കെ, നമുക്ക് പോവാം. ഇവിടെ നമുക്ക് പിള്ളേർ കളിക്കുന്ന പ്ലേസ് ഏരിയ ഉണ്ട്. ഇമ കണ്ടിട്ടില്ല, കണ്ട ഇപ്പൊ ഇവിടെ കയറാം. അതിന്റെ തൊട്ടത് ഇവിടെ ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഐസ്ക്രീം ഒക്കെ മേടിക്കണം. കുറെ പരിപാടി ഉണ്ട്. ഇന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. 1 to 35 പോളി ഹൗസ് എങ്ങാണ്ടുണ്ട്. അപ്പൊ 1 to 6 വരെ ഉള്ളതിനകത്ത് നല്ല സ്ട്രോബെറീസ് ഉണ്ടാവും. അവിടുന്ന് പറിക്കണം എന്നാ പറഞ്ഞത്. അതുപോലെ ഇവിടെ ഏതോ ഒരു എന്തുവാട്ടോ ഉണ്ടെന്ന് പറഞ്ഞേ, സ്ലോത്തിന് അടിക്കുന്ന പെസ്റ്റിസൈഡ് കാണും. അത് ശ്രദ്ധിച്ച് പറിക്കണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. യെല്ലോ പൂക്കളുണ്ട്. ഇതിനകത്ത് എല്ലാം നല്ലതെല്ലാം പറിച്ചോണ്ട് പോയോ? ഇങ്ങോട്ടാ ഇവിടെ ഒരു നല്ല ബിഗ് സ്ട്രോബെറി. വാ, എന്തോരം കുറെ സ്ട്രോബെറീസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് മുഴുവൻ ആകാനുള്ള സ്ട്രോബെറിയാ. ഇത് മാത്രം പറിക്കേ. പറിച്ചോ കൊച്ചു പറിച്ചോ. ഇത് വരുന്നില്ലല്ലോ. ഇവിടെ നല്ലൊരു സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറിച്ചു. ഇതേ ഇമാമോക്ക് ഒരെണ്ണം കിട്ടിയോ? കാണിച്ചേ ഇമാമോളെ, നല്ലതാണോന്ന് അപ്പനെ കാണിച്ചേ. വാ, ഇപ്പൊ ഇമാമോള് നല്ലപോലെ നോക്കി പറിക്കാനൊക്കെ പഠിച്ചു കേട്ടോ. മിടുക്കി. ഇനി അടുത്തത് അപ്പൊ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതിന്റെ കണ്ട കുറച്ച് തണ്ട് കൂട്ടിയിട്ട് ഇത് കൂട്ടി. അയ്യോ, ഇത് കേടാ. പക്ഷെ ഇത് കേടാ. നോക്കിയിട്ട് നമ്മൾ കേടുണ്ടോ നോക്കിയിട്ട്. ഇത് നല്ല. എന്നിട്ട് ഇങ്ങനെ വലിക്കരുത്, അവത്തെ പിടിച്ച് വലിക്കരുത്. ഇത് കണ്ട, ഇത് കൂട്ടിയിട്ട് വേണം. അവത്തെ മാത്രം പിടിച്ച് വലിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് വീട്ടിൽ കൊണ്ട് വേഗം കഴിച്ച് തീർക്കേണ്ടി വരും. ഈ ചീത്തയായി പോകും. അത് വേണ്ട. ഇനി അത്ര പഴുത്തത് വേണ്ട, കുറച്ച് പഴുക്കാത്തത്. ഇത്ര റെഡ് കളർ ആയിട്ടുള്ളൂ വേണ്ട. അത് എടുത്തോ, ഫുള്ള് എടുത്തോ. ഇസാമോൾക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല, എപ്പോഴും പറയും. അവിടുന്ന് അങ്ങനെ കറക്റ്റ് അങ്ങനെ തന്നെ. കുറച്ച് ആരോഗ്യം വേണം അതിന്. കറക്റ്റ്. തണ്ട് ഫുള്ള് വന്നിട്ടില്ല. ഇത് ഒരു ഫുള്ള് തണ്ടോടെ പറിച്ചിട്ടുണ്ട്. അത്രയും പഴുക്കാത്ത കേട്ടോ ഇനി നമ്മൾ പറിക്കാൻ പോകുന്നത്. നമ്മൾ ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് തിന്ന് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് പഴുത്തതും കുറച്ച് പഴുക്കാത്ത എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ പറിക്കുന്നുണ്ട്. ഇടിച്ചു അവിടേക്കിട്ട് കൊണ്ട് ഒരൊറ്റ ഇടി എന്റെ തല. ഭയങ്കര സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്താ ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ
എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ കൊച്ചും കണ്ടിട്ടില്ലല്ലോ, അവൾ ഇതുവരെ എല്ലാ പ്രാവശ്യം ആൻസേട്ടൻ സ്ട്രോബെറി മേടിച്ചോണ്ട് വരുന്ന ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെയല്ലേ കണ്ടോളൂ. ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇതൊക്കെ ഇവിടെ നിന്നാണ് പറിക്കുന്നത്, ഇതാണ് കൊണ്ടുപോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ വെക്കുന്നത്, പിള്ളേരെ നമുക്ക് എഡ്യൂക്കേറ്റ് ഒക്കെ ചെയ്യാം ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് സ്ട്രോബെറി പറിക്കലൊക്കെ കഴിഞ്ഞു. ഇതിൽ കൂടുതലൊക്കെ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കില്ല, വെറുതെ വേസ്റ്റ് ആയി പോകണ്ടല്ലോ. കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോവാണ്. ഇതിന് പേ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറിയ കിഡ്സ് സോൺ പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ ഇമ്മോൾ ഇപ്പോഴേ സ്ലൈഡ് വേണം, സ്ലൈഡിൽ നിന്ന് ഓടുക. അപ്പം അങ്ങോട്ട് അവിടെ പോയിട്ട് നമ്മൾ സ്ലൈഡിലൊക്കെ കയറി അവിടെ ചെറിയ ഐസ്ക്രീം കടയൊക്കെ ഇല്ലേ, അവിടെ കയറി ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. നമുക്ക് ഇനി അങ്ങോട്ട് പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവളെ സ്ലൈഡിലൊക്കെ കയറ്റിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ചാടിക്കോ? മുറുക്കെ ചാടിക്കോ? അടിച്ചോ? എത്ര നാളായി? താൻ ആദ്യം പൊക്കോ, എന്നിട്ട് അമ്മ പുറകെ വരാം. സൂക്ഷിച്ചു പോണേ. എനിക്ക് സത്യമായിട്ട് പേടിയായിരുന്നു കേട്ടോ ഇതിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട്. അയ്യോ ഇനി ഞാനില്ല കേട്ടോ. ഓ സോറി മാം. ഞങ്ങളിവിടെ കളിച്ചൊക്കെ കഴിഞ്ഞപ്പം ഒരു ഐസ്ക്രീം മേടിച്ചു, 2 ഐസ്ക്രീം മേടിച്ചു. അവൾക്ക് ഇത് വേണമെന്ന് ഞാൻ അത് മേടിച്ചിട്ടു. എനിക്ക് ഇത് ചോക്ലേറ്റ് ഐസ്ക്രീം ആട്ടോ, പക്ഷെ ഇതിനകത്ത് വാനില പോലെ ഇരിക്കുന്നത്, എന്താണെന്ന് അറിയത്തില്ല. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരാള് നോക്കി വെള്ളം വിടുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ഐസ്ക്രീം കൊടുത്തേക്കാന്ന് വെച്ചു. അല്ലെ ഞങ്ങൾക്കൊക്കെ വയറുവേദന എടുക്കും, അതുകൊണ്ട് അവൾക്ക് ഇച്ചിരി കൊടുത്തേക്കുവാ. ഇസുബന്നെ കിസ്മശപ്പൂപ്പനാണോ? ഇത് പ്രോപ്പർ സ്കോട്ടിഷ് ക്യൂസീനൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം എന്തായാലും ട്രൈ ചെയ്യാന്ന് വെച്ചാൽ. ഇതെന്താ പറഞ്ഞാൽ നമ്മള് നാച്ചോസ്, ഇത് ചില്ലി നാച്ചോസാ പറഞ്ഞത്. ഇത് എന്നതായിരുന്നു? അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു, നമ്മൾ പോവാൻ നിൽക്കുകയാണ്. ഭക്ഷണം എല്ലാം കഴിച്ചു. ഭക്ഷണത്തിന്റെ വീഡിയോ അങ്ങനെ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല, വന്നു ഞങ്ങൾ കഴിച്ചു ഇറങ്ങി, അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ വേറൊരു സാധനം ഞാൻ പറയാൻ പറ്റുമോ, ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് വേണ്ട സാധനങ്ങൾ, ഫാം ഷോപ്പ് എന്ന് പറയും. ഇവിടെ അത്യാവശ്യം കുറച്ച് ടോയ്സ് അങ്ങനത്തെ ഇതൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. മടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാക്കടൊക്കെ കാറ്റ് അടുത്തു. ഞങ്ങളപ്പം വീട്ടിൽ പോവാണ്. ക്യാബ് വിളിച്ചിട്ടുണ്ട്, വരും. ഇവിടുന്ന് 6 മിനിറ്റേ ഉള്ളൂ കേട്ടോ ക്യാബിന് ഞങ്ങൾക്ക് വീട്ടിലോട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ശരി, അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ.